الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായിട്ട് പകരം അവന്റെ വിധികളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അവകാശികളായി പഠിപ്പിച്ചു തരുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് മുശ്രിക്കുകൾ, അതുപോലെ തന്നെ കുഫാറുകൾ, അതുപോലെ തന്നെ കദ്ദാബുകൾ, അതുപോലെ തന്നെ മുനാഫിഖുകൾ. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കദ്ദാബുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആരാണ് മതത്തെ കളവാക്കിയത്, ആരാണ് മതത്തെ നിഷേധിച്ചവൻ എന്ന് താങ്കൾ കണ്ടു? എന്താണ് നിഷേധി? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുള്ള ശിക്ഷ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين إن الذين كذبوا بآياتنا നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ, അതിൽ നിന്ന് കിബർ ധരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയവർ, അതിൽ
നിന്ന് കിബർ നടിച്ചുകൊണ്ട് ആ ദൃഷ്ടാന്തത്തെ തള്ളിക്കളഞ്ഞവർ അവർക്ക് വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, എപ്പോഴാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാതിരിക്കുക? ഭൂമിയിൽ ഓരോ മനുഷ്യനും മരിക്കുമ്പോ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഏതാനും മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഓരോ റൂഹുമായി ആകാശത്തേക്ക് യാത്രയാകുമെന്നാണ്. ഒന്നാമത്തെ ആകാശത്തിലെത്തുമ്പോ ആ ആകാശത്തിന്റെ പാറാവുകാരോട് ഈ റൂഹിനെതിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി തേടുമെന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരുടെ റൂഹുമായി ആകാശത്തിന്റെ മലക്കുകളോട്, കാവൽമാരാകന്മാരോട് അനുവാദത്തിന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, ആ റൂഹിനോട് പ്രവേശനമേയ. അവർക്ക് വേണ്ടി ഒരിക്കലും തന്നെ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല. എന്നിട്ടല്ല പറയുകയാണ്, അവരൊരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവരുടെ സ്വർഗപ്രവേശനം എത്രമാത്രം അസാധ്യമാണെന്നൊരു ഉദാഹരണത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂചിയുടെ തുളയിലൂടെ വലിയ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ, ആ കാര്യം എത്രമാത്രം അസാധ്യമാണോ, അത്രത്തോളം അസാധ്യം തന്നെയാണ് അവരുടെ സ്വർഗപ്രവേശനം. അല്ലാഹുവിന്റെ വാക്കുകളാണ്, വല്ലദീന കദ്ദബൂ ബിആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നാറിന്റെ അസ്ഹാബുകളാണ്, തീരാളുകളാണ്, അവരതിൽ നിത്യവാസികളായിരിക്കും. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി ഹബിതത് അഅ്മാലുഹും യജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, നമ്മെ കണ്ടുമുട്ടുന്ന ദിവസത്തെ കളവാക്കിയ ആളുകൾ, അവർ എത്ര വലിയ ചാരിറ്റി പ്രവർത്തകരാകട്ടെ, എത്ര വലിയ സാമൂഹ്യ സേവകരാകട്ടെ, എത്ര നല്ല കുടുംബക്കാരനാകട്ടെ, എത്ര നല്ല അയൽക്കാരനാകട്ടെ, എത്ര നല്ല പിതാവാകട്ടെ, മാതാവാകട്ടെ, സഹോദരനാകട്ടെ, കൂട്ടുകാരനാകട്ടെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലായി പോകുന്നതാണ്, എല്ലാ കർമ്മങ്ങളും വൃഥാവിലായി പോകുന്നതാണ്. കദ്ദാബുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്. അങ്ങേറ്റം ഖേദിക്കുന്ന ആളുകൾ, وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون قد خسر الذين നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു, കഷ്ടത്തിലായിരിക്കുന്നു. الذين كذبوا بآياتنا, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകൾ നഷ്ടത്തിലായിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൂറത്ത് മുഴുവൻ ആരാണ് കദ്ദാബുകൾ, ആരാണ് അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയവർ, അവരുടെ അടയാളങ്ങൾ എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന സൂറത്താണ്. ഒന്നാമത്തെ അടയാളമായി അല്ലാഹു പറയുന്നത് എന്താണ്? അവർ യതീമുകളെ ആട്ടി ഓടിക്കുന്നവരാണ്, യതീമുകളെ അവഗണിക്കുന്നവരാണ്, യതീമുകളെ നിന്ദിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാം യതീമുകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ തെളിവെന്താണ്? ആദമിന്റെ മക്കളിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യതീമുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഒരു യതീമായിട്ടാണ്. ആ യതീമായി ജനിച്ചത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, യതീമുകളെ കുറിച്ചുള്ള വാക്കുകളിൽ, അവരുടെ ഹൃദയത്തെയും നൊമ്പരത്തെയും വേദനയെയും മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചുള്ള വാക്കുകളിൽ അതിന്റെ തീക്ഷ്ണതയും തീവ്രതയും നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ യതീമുകളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ഓമനിക്കരുത്, താലോലിക്കരുത്. എന്താ ഇതിന്റെ കാരണം? അത് കാണുമ്പോ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് പക്ഷേ
സഹിച്ചിരുന്നു പറയുന്നത് വരില്ല. റസൂലുള്ളാഹി അങ്ങനെ പറയാൻ കാരണം എന്താണ്? പ്രവാചകന്റെ ശൈശവവും ബാല്യവും കൗമാരവും അനാഥത്വത്തിന്റെ മടിത്തട്ടിലാണ്. പ്രവാചകൻ കൊതിച്ചിരുന്നു തന്റെ ഉമ്മയിൽ, തന്റെ വാപ്പയെ ഏതൊരു ബാലനം കൊതിക്കുന്നത് പോലെ, ഏതൊരു കൗമാരക്കാരനും കൊതിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷേ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും സാന്നിധ്യത്തെ കൊതിച്ചിട്ടുണ്ടാവണം. മനുഷ്യരിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളിൽ വരെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് അത് രണ്ട് ഫേസാണ്, രണ്ട് തലമാണ് ജീവിതത്തിൽ, ഒരുപോലെയല്ല. ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതകാലം എത്ര വലിയ പ്രായമായാണ് ശരി, എത്ര താടി മുടിയൊക്കെ നരച്ച് ഒരുപാട് സ്ഥാനമാനങ്ങളും സംഭാവന ഉണ്ടായാലും ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലവും ഉമ്മയുടെയും ഉപ്പയുടെയും മരണത്തിന്റെ കാലവും രണ്ടും രണ്ട് തന്നെയാണ്, യാതൊരു ശിക്ഷയില്ല. മൃഗങ്ങളിൽ പോലും സിംഹങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? സിംഹങ്ങൾ പ്രൈഡുകളായിട്ടാണ് ജീവിക്കുക, ഓരോ പ്രൈഡായിട്ടാണ്, ഓരോ കൂട്ടമായിട്ടാണ്. ആ കൂട്ടത്തിൽ ആണും പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിലുള്ള ഒരൊറ്റ ആണിന് മാത്രമേ ഇണചേരാൻ പറ്റുള്ളൂ. അതിന് ആൽഫ മെയിൽ എന്നാണ് പറയുക. ആ സിംഹം മാത്രമേ സ്ത്രീകളായിട്ട് അവിടെയുള്ള പെൺസിംഹങ്ങളായിട്ട് ഇണചേരുള്ളൂ. വേറൊരു ആൺസിംഹവും പെൺസിംഹങ്ങളായിട്ട് ഇണചേരുള്ളൂ. അവിടെ ആ കൂട്ടത്തിലുള്ള കുട്ടികൾ മുഴുവൻ ഈ ആൺസിംഹത്തിൻ്റെതായിരിക്കും. ഏതുവരെ പുറമേ നിന്നൊരു സിംഹം ആക്രമിക്കാൻ പറ്റുന്നതുവരെ. പുറമെ സിംഹം ആ പ്രൈഡിനെ ഒറ്റ സിംഹം വരെ ഒരു പ്രൈഡിനെ ആക്രമിക്കാൻ വന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക? എല്ലാവരും കൂടി ആ സിംഹത്തെ എതിർക്കല്ല ചെയ്യാം. ഈ നേതാവ്, ഈ ആൽഫാം എന്ന് പറയുന്ന ഈ സിംഹമാണ് ആ സിംഹത്തെ എതിർക്കുക. അവർ രണ്ടുപേരും തമ്മിൽ യുദ്ധം ഉണ്ടാവും, ഘോരമായ യുദ്ധങ്ങൾ കാടുകളിൽ അധികം സംഭവിക്കുന്നതാണ്. അതിൽ ഈ ഗ്രഹനാഥന്, ഈ കുടുംബനാഥന് 3 ചോയ്സാണ് ഉണ്ടാവുക. ഒന്നുകിൽ കടന്നു വന്ന അവരെ തോൽപ്പിച്ച് അതിനെ കൊല്ലുക, അല്ലെങ്കിൽ അതിനോട് പോരാടി മരിക്കുക, അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ വിട്ടിട്ട്, തന്റെ ഭാര്യമാരെയും മക്കളെയും വിട്ടിട്ട് പലായനം ചെയ്യുക. ഇതിൽ ഒന്നാമത്തത് സംഭവിച്ചാൽ ആ പ്രൈഡ് സുരക്ഷിതമാണ്, അവിടെയുള്ള കുട്ടികളൊക്കെ സുരക്ഷിതമാണ്. രണ്ടാമത്തത്, ഈ സിംഹം, വന്ന സിംഹം ഈ ഗ്രഹനാഥനെ കൊല്ലുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ വന്ന സിംഹത്തെ പോയിട്ട് ഗ്രഹനാഥൻ ഓടിക്കളയുകയാണെങ്കിലോ, അടുത്ത നിമിഷം ഈ വന്ന സിംഹം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്തറിയോ? അതിലുള്ള കുട്ടികളെ മുഴുവൻ കൊന്നുകളയും. അതായത് പോയ ഈ പിതാവിന്റെ മക്കളെ മുഴുവൻ കൊന്നുകളയുന്ന. പിതാവ് നഷ്ടപ്പെട്ടാൽ മൃഗങ്ങൾക്കിടയിൽ പോലും സംരക്ഷണമില്ലായ്മയുണ്ട് എന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യന്റെ കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ സംരക്ഷണം ഇത്രമാത്രം പ്രധാനപ്പെട്ടതായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അനാഥകളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാനും അവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ് തന്റെ 2 വിരലുകൾ ചേർത്തു വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടുകളിൽ ഏറ്റവും ഉത്തമമായ വീട് അനാഥ സംരക്ഷണം നടത്തുന്ന വീടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയിലെ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം അനാഥ സംരക്ഷണത്തിന്റെ മാർഗ്ഗത്തിൽ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഏതുവരെ ഒരാള് എല്ലാ സമയവും നിർത്താതെ നിന്ന് നമസ്കരിച്ചുകൊണ്ടേയിരിക്കാൻ, ഒരു ദിവസം പോലും ഒഴിയാതെ നോമ്പെടുത്തുകൊണ്ടേയിരിക്കാൻ, അതിനേക്കാൾ പ്രതിഫലം അനാഥ സംരക്ഷണത്തിന്റെ മാർഗ്ഗത്തിൽ യതീമുകൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയത്തിൽ ഒരാൾക്ക് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വരെ അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, റസൂലേ, എന്റെ ഹൃദയം വല്ലാതെ കഠിനമായി പോയി, എന്റെ ഹൃദയം വല്ലാതെ കടുത്തുപോയി, അതിനെന്താണ് പരിഹാരം എന്ന് റസൂലിനോട് ചോദിക്കാണ്. വല്ലാത്ത രോഗമാണ് ഹൃദയം കടുത്തു പോവാന്നുള്ളത്. അള്ളാഹുടെ എപ്പോഴും കാവലിന് തരുന്ന ഒരു വിഷയമാണ്. കാരണം പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു മനുഷ്യൻ കഠിന ഹൃദയമുള്ള മനുഷ്യനാണ്. കരയാത്ത കണ്ണുകളാണ്, പിടയാത്ത ഹൃദയങ്ങളാണ്, തകരാത്ത ഹൃദയങ്ങളാണ്. അതൊരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശാപമാണ്. അത്ഭുതപ്പെട്ടു പോയിട്ടില്ലേ നമ്മൾ? പലപ്പോഴും ജീവനെ കൊണ്ട് പടയുന്ന മനുഷ്യരുടെ, റോഡരികിൽ ആക്സിഡന്റ് സംഭവിച്ച് ജീവൻ കൊണ്ട് പടയുന്ന മനുഷ്യരുടെ പോക്കറ്റ് തപ്പിയിട്ട് പേഴ്സും മൊബൈലും എടുത്തു പോകുന്ന ചരിത്രം, കഥ, സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകട്ടെ. എങ്ങനെ കഴിയും? സ്വന്തം ഉമ്മയോടും ഉപ്പയോടും യുദ്ധം ചെയ്ത് അവകാശം വാങ്ങിയെടുത്തിട്ട് ആ ഉമ്മാനെയും ബാപ്പാനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്ന് തള്ളി കൊല്ലത്തിലൊരിക്കലും മാസത്തിലൊരിക്കലും ഫോൺ ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റുന്നു? ഹൃദയം കടിച്ചു പോകുന്നതാണ്.
മനുഷ്യന്റെ ഹൃദയം കടുത്താൽ അവനോളം മധമനായ ജീവി വേറെ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ഹൃദയം കടുത്തുപോയി എന്ന് തോന്നിയ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, റസൂലല്ലാഹ്, എന്റെ ഹൃദയം വല്ലാതെ കടുത്തുപോയി, എന്റെ കണ്ണുകൾ നിറയുന്നില്ല, ഖുർആൻ ആയത്തുകൾ എന്നെ കരയിപ്പിക്കുന്നില്ല, പരലോക ചിന്തകൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല. അതാണ് വലിയ ദുരന്തം. സ്വർഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് ആഗ്രഹം തോന്നില്ല, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ ഹൃദയത്തിന് വേദന വരാൻ പോകുന്നില്ല. അത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം മാറാൻ, ഹൃദയം സോഫ്റ്റാവാൻ, ഹൃദയം മാർദ്ദവമുള്ളതായി തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് ഉപദേശിച്ചു കൊടുത്തതറിയോ? നീ അനാഥകളെ സംരക്ഷിക്കുക, എന്നിട്ട് അവരെ നിന്നിലേക്ക് അണച്ചു അവരെ നീ തലോടുക, നിന്റെ ഹൃദയം സോഫ്റ്റാവും, നിന്റെ ഹൃദയം മാർദ്ദവമുള്ളതാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഹൃദയം മാർദ്ദവമുള്ളതാവാൻ, അല്ലാഹുവിൽ താഴ്മയുള്ളതാവാനുള്ള മാർഗമായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് അനാഥ സംരക്ഷണം. സൂറത്തുൽ ഫജ്റിൽ എന്ന് പറയുന്നതായി കാണാം, അല്ലാഹു ഒരു പരാതി പോലെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോരായ പോലെ പറയുന്ന ഒരു വിഷയം എന്തറിയോ? നിങ്ങൾ യതീമുകളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ല. സംരക്ഷിച്ചാൽ മാത്രം പോരാ, യതീമുകളെ സംരക്ഷിച്ചാൽ മാത്രം പോരാ, അവരെ ബഹുമാനിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ആ വിവാദത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല, ഖുർആനിലെ അല്ലാഹുവിന്റെ വലിയ ഭീഷണികളിൽപ്പെട്ട ഒരു ഭീഷണിയാണ് യതീമുകളുടെ സമ്പത്തിലെങ്ങാനും കൈവച്ചു പോയാൽ അല്ലാഹു പറഞ്ഞു വാക്കെന്തറിയോ? ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ മുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. യതീമിന്റെ ധനം, യതീമിന് അവകാശപ്പെട്ട സ്വത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരെ നീ നിന്റെ വയറ്റിൽ നിറയ്ക്കുന്നത് തീ മാത്രമാണ്, അഗ്നി മാത്രമാണ്. വസയസ്ലൗന സഈറാ, ഭയാനകമായ അഗ്നിയിൽ നീ കിടന്നെരിയുകയും ചെയ്യുമെന്ന അള്ളാഹുവിന്റെ ഭീഷണി വളരെ വലുതാണ്. അത്രത്തോളം യതീമുകളുടെ വിഷയത്തിൽ അള്ളാഹു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യതീമുകളെ അവഗണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്നതാണ്. യതീമുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ദുനിയവിയായും മുഖാവിയുമായ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യതീമിനെ അവഗണിക്കുന്നവർ ദീനിനെ നിഷേധിക്കുന്നവരാണ്, കളവാക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല. മുഅ്മിനീങ്ങളുടെ അടയാളമായി അല്ലാഹു വേണ്ടി പറഞ്ഞതാണ്, അവർ മിസ്കീനുകളെയും യതീമുകളെയും അടിമകളെയും ഭക്ഷണം മുട്ടുന്നവരാണ്. എന്നിട്ട് അവർ പറയും, ഇന്നമാ തുഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിശ്ചയം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ഒരു നന്ദി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രതിഫലമോ ബഹുമാനമോ നിങ്ങളുടെ നാമമുണ്ട് ഞങ്ങളുടെ കീർത്തി പരക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടിയാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് അവര് ദാനം ചെയ്യൂല എന്നല്ല, മിസ്കീനുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയില്ല, പരസ്പരം പറയുകയില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ഭക്ഷണം ഒരു 100 റുപ്യോ 200 റുപ്യോ 150 റുപ്യോ ഒക്കെ കൊടുത്തിട്ട് ഒരു മിസ്കീന് വാങ്ങിക്കൊടുക്കാറുള്ളത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു 100 മിസ്കീനുകൾക്ക് വേണ്ടി ഭക്ഷണം നമ്മുടെ പരിചയക്കാരെ കൊണ്ട് കൊടുപ്പിക്കുക എന്നത് അത് ചിലപ്പം കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. കാരണം നമ്മളെ കുറിച്ച് പലതും പല ആളുകളും പറയും. അതാണ് ചരിത്രം. നിങ്ങൾ കണ്ട് പഠിച്ചു നോക്കും, ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് ചുറ്റിനും കണ്ണോടിച്ചു നോക്കും. മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചവരെല്ലാം അധിക കാലം കഴിയുന്നതിന് മുന്നേ കള്ളന്മാരാക്കി മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. അവരെ എത്ര സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാൽ അവർ കള്ളന്മാരാവും. അവരെ സ്വന്തം പ്രയത്നം കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാൽ ആളുകൾ എന്താണ് പറയുന്നത്, ഇതോ അവന്റെ പണിയാണ്, ഓനിങ്ങനെ പാവപ്പെട്ടവരെ വേണ്ടി തിരിക്കും, എന്നിട്ട് ഓന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും, ഓനെ കള്ളപ്പണം ഒഴിപ്പിക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കുറ്റപ്പെടുത്താനും ഓനെ അപഹസിക്കാനുമുള്ള ആളുകൾ എമ്പാടുമായി. എന്നാൽ ഈ പറയുന്നവൻ എന്തെങ്കിലും ചെയ്യും? ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല.
ആരെയും മിസ്കീൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ, ഒരു രോഗം വന്നോ വന്നില്ലേ, ഓൻ ഡോക്ടറെ കാണിച്ചില്ല, മരുന്ന് കഴിച്ചോ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇത് ചെയ്യുന്ന കണ്ടാലും പിന്നെ ഓൻ കള്ളനാണ്, ഓൻ ഫ്രോഡാണ്, ഓനെ സാമ്പത്തിക തട്ടിപ്പ് നടത്താന്, ഓരോന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ടാക്കാണ്, ഇങ്ങനെ പറയാനുള്ള ആളുകൾ ഒരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മനസ്സുള്ള നല്ലൊരു വിഭാഗം മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയോ, അവനാനെ കൊണ്ട് കഴിയുന്നത് കൊണ്ടിട്ട് മുണ്ടാതൊരു ഭാഗത്തിരിക്കും. അത് പാടില്ല എന്നാണ് കൂടാൻ പറഞ്ഞത്. നിങ്ങളെ ആളുകൾ വിമർശിക്കട്ടെ, ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ തൃപ്തിക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹകരിക്കണം, പരസ്പരം ഉപദേശിക്കണം, കൂട്ടായ്മകളുണ്ടാകണം. എന്തിനു വേണ്ടി? മിസ്കീനുകളുടെ ഭക്ഷണത്തിന് വേണ്ടി. അതായത് മുസ്ലിം ഉമ്മത്തിലെ അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത് എന്ന് ഇസ്ലാമിന്റെ നിർബന്ധമാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അങ്ങനെ ചെയ്യാത്തവർ മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിലൂടെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ആരാണ് മതത്തെ കളവാക്കുന്ന അടുത്ത ആളുകൾ? الذين هم عن صلاتهم ساهون الذين هم يراءون. നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം. الذين هم عن صلاتهم ساهون. അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് നാശം വൈകുന്നാണ് പറഞ്ഞത്, നാശം എന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള നമസ്കാരക്കാരെ? അവർ തോന്നുമ്പോഴേ നിസ്കരിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം അല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലവരാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ദൂരെ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവര് നോക്കും, ഇത് അവിടെ ഉണ്ടല്ലോ, നിസ്കാരത്തിന്റെ സമയവും ഇഖാമത്തിന്റെ ബാങ്കിന്റെ സമയം ഇഖാമത്തിന്റെ സമയം കൃത്യമായി എഴുതി വെച്ച ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കിലേക്ക് അവർ നോക്കും. കാരണം ഓരോ ദിവസവും വായിച്ച തോറും സമയം മാറിക്കൊണ്ടിരിക്കും. എത്ര മണിക്കാണ് ബാങ്ക്, എത്ര മണിക്കാണ് നിസ്കാരം. ആ സമയമാകുമ്പോൾ അവർക്ക് ബോധം വരും, അവർ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കും. അതാണ് അല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. നമസ്കാരത്തെ കുറിച്ച് സംരക്ഷണമുള്ള ആളുകൾ. വേറെ ചില ആളുകൾ എന്താണ്? ബാങ്ക് കേൾക്കുമ്പോൾ ബോധം വരും, ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ പിന്നെയും കുറെ ഏർപ്പാടുകൾ നോക്കും. അങ്ങനെ ചെയ്ത് അവസാനം ജമാഅത്തൊക്കെ കഴിഞ്ഞ് അവസാനത്തെ റക്അത്തിൽ വന്നിട്ട് സ്ഥിരം മസ്ബൂക്കായി മെമ്പർഷിപ്പെടുത്ത കുറെ ആളുകളുണ്ട്. എന്നും മസ്ബൂക്കാണ്. മസ്ബൂക്കാവാതെ പോലെ പള്ളിയിലെത്തില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. വേറെ ചില ആളുകൾക്ക് അവർ ഒരിക്കലും മസ്ബൂക്കാവാത്ത ആളുകളുണ്ട്. കാരണം ഒരിക്കലും ജമാഅത്തിൽ വരില്ല, ജമാഅത്തിൽ വന്നാലല്ലേ മസ്ബൂക്കാവുള്ളൂ. ഒരിക്കലും മസ്ബൂക്കാവാത്ത വിരുദ്ധന്മാരുണ്ട്. പ്രിയപ്പെട്ട തോന്നുമ്പോൾ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്, അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ്. മൂന്നെണ്ണം പറഞ്ഞ റസൂൽ പറഞ്ഞതറിയോ? അവരിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ആ സൂര്യൻ ഇഷാനിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാകുമ്പോ അവരൊന്ന് പോയിട്ട് 4 കൊത്തുകൊത്തും, 4 സുജൂദ് കൊണ്ട് ചെയ്യും. അങ്ങനെയുള്ള നിസ്കാരക്കാലത്തെ കുറിച്ചാണ് മുസ്ലിം നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വേറെ ചില ആളുകൾ കൃത്യമായിട്ട് ജമാഅത്തിലെത്തും, ജമാഅത്തിലെത്തിയിട്ട് കൈ കെട്ടിയിട്ട് കടന്റെ കണക്ക് ഫുള്ള് നോക്കും. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, എവിടെന്നൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെ സ്റ്റോക്ക് ഇറക്കാനുണ്ട്, സ്റ്റോക്ക് ഇറക്കി എന്തൊക്കെ കൊടുക്കാനുണ്ട്, ഇങ്ങനെ കണക്ക് മുഴുവനും നോക്കി തീർക്കും. ഇങ്ങനെയുള്ള നിസ്കാരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവർക്കാകുന്ന നാശം എന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരക്കാർക്ക് വേറൊരു ക്വാളിറ്റി കൂടി ഉണ്ടെന്നറിയോ? അല്ലദീനഹും യുറാഊൻ. വേറൊരു വിഭാഗം കൂടിയുണ്ട്. അവർ ശരിക്കും നിസ്കരിക്കും, കൃത്യമായിട്ട് പള്ളിയിലെത്തും, ഒന്നാമത്തെ സഫിൽ ഉണ്ടാവും, നിസ്കാരമൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം അല്ലാഹുവിന്റെ തൃപ്തിയല്ല. അവരുടെ ഉദ്ദേശം നല്ല മനുഷ്യനാണ് കേട്ടോ, 5 വക്ത് കൃത്യമായിട്ട് പള്ളിയിൽ വരുന്ന ഒരു തങ്കം പോലത്തെ മനുഷ്യൻ എന്നൊക്കെ ആളുകൾ പറയുന്നതാണ് അവരുടെ ഉദ്ദേശം. അയാളുടെ നിസ്കാരം അത്തരത്തിൽ നിസ്കരിക്കുന്നവർ അവർക്ക് നാശമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല മേൽ പറഞ്ഞ വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാതെ നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും മുന്നിലെയും വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ല, അവര് വണ്ടി ഇങ്ങനെ എല്ലാം പോയിരിക്കും, വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു ആവറേജ് സ്പീഡ് അവർ പോയിരിക്കും. നമ്മൾ പോയിട്ടൊന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഹോൺ അടിച്ചാൽ ഒറ്റ സ്പീഡാകില്ല.
അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ്സിന് നമ്മളിങ്ങനെ കുറെ സീറ്റുകൾ ഒഴിവുണ്ടാവുമല്ലോ. അപ്പൊ ചില സീറ്റിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആളുകൾ ഇങ്ങനെ കയറി വരുമ്പോൾ കാലൊക്കെ ഇങ്ങനെ പാത്തി വെച്ചിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ഒരു സീറ്റിൽ ഇങ്ങനെ വിശാലമായി ഇരിക്കുന്ന ആളുകൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ച് ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ മതത്തെ കളവാക്കുന്നവരായി പഠിച്ചു പറഞ്ഞു ചെറിയ കാര്യങ്ങളെ നിഷേധിക്കുന്നവർ. അവരുടെ ഹൃദയത്തിനൊരു രോഗമാണ്, ഒരു അസുഖമാണ് അവരുടെ ഹൃദയത്തിൽ. അവരുടെ ഒരാളെ അയാളുടെ വളപ്പിലൂടെ നിന്ന് നടന്നു പോയാൽ അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടില്ല. എങ്കിലും അയാൾ കച്ചറുണ്ടാക്കും. എന്തിനെതിരെ പോകുന്നത് വേറെ വഴിയിൽ ഇത് പൊതുവഴി എന്നറിയണോ എന്ന് പറഞ്ഞ് അയാളോട് ചൂടാവും. അതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, ഒന്ന് ഒരു കൊട്ടക്കോല് തരൂ, ഒന്നൊരു ചൂല് തരൂ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര കടം തരൂ, അയൽപക്കക്കാരൻ. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങളാണെങ്കിലും ആളുകൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ മനസ്സിനൊരു രോഗം ഉണ്ടാവുക. അത് ചെയ്യാണ്ടിരിക്കുക. വണ്ടിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പൊ കൊറോണയുടെ സമയമായതുകൊണ്ടല്ല ആരും നിർത്തലുണ്ടാവില്ല, കാരണം അത് അതിൻ്റെതായ കാരണമുണ്ട്. അല്ലാത്ത സമയത്ത് വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ ഒരാള് കൈ കാണിച്ചാൽ ഒന്ന് നിർത്താതെ പോവാം. ഞാനെന്തിനാ ഓനെ കേട്ടിട്ട് ആവശ്യം? എന്റെ വണ്ടിയല്ലേ, എന്റെ സൗകര്യമില്ല, ഞാൻ ഓനെ കേട്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അല്ലെങ്കിൽ ഒരു പിച്ചക്കാരൻ വന്നിട്ട് കൈ കിട്ടുന്ന സമയത്ത് കൂടെ ഉള്ളവർ എന്തെങ്കിലും കൊടുക്കാൻ നോക്കും. ഒരു 10 രൂപ 5 രൂപ വേണ്ട, എന്തിനാ കൊടുക്കുന്നത്? എടാ പണിയെടുത്ത് ജീവിക്കണം, എന്തിനാ പൈസ കൊടുക്കുന്നുണ്ടോ? ഓനെ തടയുന്ന ആളുകൾ. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്യുമ്പോ ഹൃദയത്തിൽ രോഗം വരുന്നുണ്ടെങ്കിൽ അവരും മതത്തെ കളവാക്കുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു പറഞ്ഞ ആരാണോ നഫ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവർ എന്ന് അല്ലാഹു പറഞ്ഞ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ നീ എണ്ണിപ്പറഞ്ഞ ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ പൂർണ്ണമായും മാറ്റി നിർത്തുന്നവരെ ഞങ്ങളെ നീ പൂർണ്ണമായും മോചിപ്പിക്കുന്നതിനാണ്. യതീമുകളെ ബഹുമാനിക്കുന്ന, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പരിഗണനയുള്ള, കൃത്യമായി ഭയഭക്തിയോടുകൂടി ഇഖ്ലാസോടുകൂടി ഹുശൂറോടുകൂടി നമസ്കരിക്കുന്ന, ഹൃദയത്തിൽ പിശുക്കില്ലാത്ത, ഹൃദയത്തിൽ കളങ്കവും കളയുമില്ലാത്ത നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുന്നവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ തെറ്റുമുട്ടുകൾ ഞങ്ങൾക്ക് നിരുപാധികം പുറത്തു മാപ്പാക്കി തരണേയല്ല. മരണം വരെ വഹദാനിയത്തിന്റെ കലിമത്തിൽ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണേയല്ല. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവും കൊണ്ടും എന്ന് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേയല്ല. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മവാപ്പമാരെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ഞങ്ങളുടെ അയൽക്കാരെയും റബ്ബേ ഈ മഹാമാരിയിൽ നിന്നും അതുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളിൽ നിന്നും ദൂഷ്യഫലങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായും സംരക്ഷിക്കണമെന്നല്ല. ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ഈ വൈറസിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് എത്രയും വേഗം പൂർണ്ണമായി മോചിപ്പിക്കണേ. എല്ലാ ജനജീവിതം സാധാരണഗതിയിലാക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.